എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സദാചാര ഗുണ്ടകളെക്കുറിച്ചാണ്. ഇവരെ കൊണ്ടിപ്പോൾ വലിയ ശല്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന് ഒരു കോടതിയും ഒരു പോലീസും വിലക്ക് കൽപ്പിച്ചിട്ടില്ല. അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും തെറ്റിനെയും ശരിയെയും കുറിച്ച് അവർക്ക് ഒരുവിധം അറിയാം. അതെന്ത് ചെയ്താലും അതിൻ്റെ നല്ലതും ചീത്തയും അനുഭവിക്കുന്നത് അവർ തന്നെയാണ്. ഈയിടയ്ക്ക് നമുക്ക് അറിയപ്പെട്ട ഒരു സംഭവം, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ സംസാരിച്ച കാരണത്താൽ അവരെ വലയം ചെയ്ത് ഒരു സദാചാര ഗുണ്ടകൾ ആ സ്ത്രീ ഒത്തിരി ഹറാസ് ചെയ്തു, അവരെ മോശമായി ചിത്രീകരിച്ചു. അവസാനം അവർ സ്വയം ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ കാരണക്കാർ ഈ സദാചാര പോലീസെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ചില ഗുണ്ടകളാണ്. എന്നാൽ ഇവന്മാർക്ക് ചെയ്യാവുന്ന എത്രയോ വേറെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. മയക്കുമരുന്ന് ഡ്രഗ്സുമായി നടക്കുന്നവർക്കൊന്ന് പിടിക്കാൻ പറ്റുമോ? അപ്പോൾ പുളിക്കും. അവന്മാർ അത് തല്ലി പിടിച്ച് ഇത് ആരെങ്കിലും ഇറ്റ് മേ ബി ഒന്ന് സംസാരിച്ചെന്ന് കരുതിയോ അല്ലെങ്കിൽ പരസ്പരം ഒരു സ്ഥലത്തിരുന്നെന്ന് കരുതിയോ അത് തെറ്റായി നാം കാണേണ്ട കാര്യമില്ല. അവർക്ക് പലതും സംസാരിക്കാൻ വേണം, പലതും അവരുടെ മനസ്സുകളിൽ കാണും, അവരുടെ അഭിപ്രായങ്ങൾ കാണും. അവർക്ക് എവിടെയും ഏത് പാർക്കിലോ ഏത് ബീച്ചിലോ എവിടെയും പോയിരിക്കാം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നും ചെയ്തുകൂടാത്തതാണ്. പക്ഷേ നേരെ ഇതിന് വിപരീതമായിട്ടാണ് ഈ ഗുണ്ട ചമഞ്ഞു കിടക്കുന്ന ഈ സദാചാര ഗുണ്ടകൾ ചെയ്യുന്നത്. ഒന്നും മനസ്സിലാക്കുക, ഒത്തിരി പുരുഷന്മാരുടെ പീഡനമേറ്റ് കഴിയുന്ന സ്ത്രീകളുടെ പീഡനമേറ്റ് കഴിയുന്ന പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയുണ്ട്. പലരും അവർ സഹിക്കാൻ വയ്യാത്തതിൽ രണ്ടു കൂട്ടരും സമാധാനമായി അവർ പിരിഞ്ഞ് അവരുടെ വഴികൾ കണ്ടെത്തുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് കോടതിയും പോലീസും എല്ലാം അതിനുവേണ്ട സംവിധാനങ്ങൾ, അത് ശരിയും തെറ്റും മനസ്സിലാക്കി വേണ്ട നിയമപരമായ കാര്യങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. ഇനി ഒരു സ്ത്രീ പുരുഷനുമായി പിണങ്ങി മറ്റൊരാളുമായിട്ട് ഫോൺ ചെയ്യുകയോ മറ്റൊരാളുമായിട്ട് ഒന്നിച്ച് സംസാരിക്കുകയോ ചെയ്ത് എന്നതിനർത്ഥം ആ സ്ത്രീ ഒരു വേശ്യാവൃത്തി നടത്തുന്നതായിട്ടോ വ്യഭിചാര പ്രവർത്തനങ്ങളിൽപ്പെട്ടതായിട്ടോ ഒന്നും കാണാതെ അവരെ ആ രീതിയിൽ ടൈറ്റിൽ കൊടുക്കുന്നതും ശരിയുള്ള കാര്യമല്ല. ആരുമായിട്ടെങ്കിലും അവർക്ക് സംസാരിക്കുന്നതിന് അതിന് തെറ്റായ വ്യാഖ്യാനം എന്തിനാണ് ഇതിനെ വാച്ച് ചെയ്യാൻ നടക്കുന്ന ഈ സദാചാര ഗുണ്ടകൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേറെന്തോ ഒരു പണി കിടപ്പുണ്ട്. ഈ കോടതിയുടെയും പോലീസിൻ്റെയും പണികൾ ഏറ്റെടുക്കുന്നതല്ല സദാചാര ഗുണ്ടകളുടെ ജോലി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയപരമായ രീതിയിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ട സ്ഥാനങ്ങളിൽ അറിയിക്കുക. അവർ ഉചിതമായ തീരുമാനമെടുക്കണം. അവരെടുക്കും. അവരുടെ ജോലി സദാചാര ഗുണ്ടകൾ എടുക്കണ്ട. ഈയിടയ്ക്ക് കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ബന്ധുവിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ ചേർന്ന ഒരു സ്ത്രീയെ കൊല ചെയ്തു ട്രിവാൻഡ്രത്ത്. ഇതെല്ലാം വളരെ മോശമായ പ്രവണതകളാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ തകരാറ് സംഭവിച്ചു. അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്തൊരു നിലയിൽ എത്തുമ്പോൾ
അവർ വിവാഹബന്ധം വിടർന്നു അല്ലെങ്കിൽ ഒരു പുരുഷനുമായിട്ട് മാറി നിന്നു, അവർ മാറി താമസിക്കൂ എന്നതിനർത്ഥം അവർ തെറ്റ് ചെയ്യുന്നെന്ന് വരുന്നില്ല. ആ സമയത്ത് ഏതെങ്കിലും ഒരു പുരുഷനുമായി സ്ത്രീ സംസാരിച്ചാൽ അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് ആ സ്ത്രീയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ ടാർണിഷ് ചെയ്യിപ്പിക്കുക, അവരെ നാണം കെടുത്തുക. അപ്പോൾ ഒരുവിധ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ മിക്കവാറും അവർ സ്വയം ജീവൻ ഒടുക്കും. ഇതിലെന്ത് നേട്ടമാണ് ഈ സദാചാര ഗുണ്ടയ്ക്കൊക്കെ കിട്ടുന്നത്? ഒന്നുമില്ല. സോ ഇനിയെങ്കിലും ആര് എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിച്ചോളും. അത് സദാചാര ഗുണ്ടകൾ അതിലേക്ക് ഇറങ്ങേണ്ട, അതിനുവേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. അതിന് നിയമങ്ങളുണ്ട്, നിയമജ്ഞരുണ്ട്, പോലീസുണ്ട്. അവരുടെ ജോലികൾ നമ്മൾ ഏറ്റെടുക്കേണ്ട. അതിന് അതിൻ്റേതായ ലൈനിൽ വിട്ടേക്കുക. ഒപ്പം ഒരു പുരുഷൻ സഹിക്കാൻ വയ്യാത്ത പീഡനമായിരിക്കും ഭാര്യ നിർത്തേണ്ടി വരിക. അദ്ദേഹം ആ സ്ത്രീയിൽ നിന്നും സെപ്പറേഷനായി കോടതി മൂലമോ അല്ലാതെയോ അവർ സെപ്പറേറ്റായി ജീവിച്ചാൽ അദ്ദേഹത്തിനൊരു സ്ത്രീയുമായി സംസാരിക്കാൻ പാടുള്ളതല്ല എന്ന് നമുക്ക് വിധി കൽപ്പിക്കാൻ പറ്റില്ല. അത് അവരുടെ റൈറ്റ്സ്. ഹീ ക്യാൻ ടോക്ക്. ഇത് സ്ത്രീയോട് സംസാരിക്കാം, പുരുഷന് സ്ത്രീയോട് സംസാരിക്കാം, സ്ത്രീക്ക് പുരുഷനോട് സംസാരിക്കാം. ഇറ്റ് ഈസ് ദെയർ റൈറ്റ്സ്. അത് അവർക്ക് റൈറ്റ്സ് ഉള്ളതാണ്. അതിനാരും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. സോ കേരളത്തിൽ ഒരുപാട് ഇങ്ങനെ ചീഞ്ഞു നാറിയ സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുകയാണ്. ഈ സദാചാര ഗുണ്ടകൾ സമൂഹത്തിന് ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ വേറെ പണികളൊന്നുമില്ല. ഇവനൊക്കെ പറ്റിയ പണികൾ ഇതാണ്. ഇവരെ പിന്തുടരുന്നേക്കാൾ ആരെങ്കിലും പാർക്കിലിരുന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിലിരുന്നാലോ ഇവരെ വീക്ഷിക്കാൻ വേണ്ടി നടക്കും. ഇതൊരു ജോലിയില്ലാത്ത ജാതികളാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ സമൂഹദ്രോഷികൾ. കാരണം എന്തെങ്കിലും പണി ചെയ്യുന്നതിന് ഇവർ ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ എവിടേക്കും ഒന്നിച്ചിരുന്നാൽ അവർക്ക് മറ്റൊരു ടൈറ്റിൽ കൊടുത്ത് അവർ ഉപദ്രവിക്കുക. തെറ്റാണ്. ഇത്രയും പുരോഗമിച്ച ഈ ലോകത്ത് ഇങ്ങനെയുള്ള ചീപ്പായ പ്രവണതകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ സമൂഹത്തിന് ഒരു ശാപങ്ങളാണ്. ഇത് ഒരു ശാപം പിടിച്ചവരാണ്. ഇനിയെങ്കിലും ഈ സദാചാര ഗുണ്ടകളോട് പറയുന്നു, ഇത് നിർത്തിക്കളയുക. ഒരു സ്ത്രീയും പുരുഷനും എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവർ അവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ. അത് നല്ലതായാലും ഫലം അവർ തന്നെയാണ് അനുഭവിക്കാൻ വേണം. അതിൻ്റെ മോശഫലങ്ങളും അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത്. നമ്മളൊന്നും അതിൽ ഇടപെടേണ്ട. സോ ഈ വീഡിയോ ചെയ്യാൻ കാരണം പല സംഭവങ്ങൾ ഈ ഇടയ്ക്കുണ്ടാകുന്നു. ആത്മഹത്യ ചെയ്യുന്നു, സ്ത്രീകളെ കൊല്ലുന്നു. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയും ഇങ്ങനെയുള്ള കൊലകളോ ഇങ്ങനെയുള്ള സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.